ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്നലെ ഇന്നൊരു മഴ വൈകുന്നേരം പെയ്യാതിരിക്കുന്നതിന് മുമ്പ് രാവിലെ തന്നെ വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇന്നലത്തെ വീഡിയോ കേട്ടവർക്ക് ഇതിൻ്റെ കോൺടെക്സ്റ്റ് ഒക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? പ്രാർത്ഥനയിലുണ്ട്. പറയുമ്പോൾ ഇന്ന് വിശുദ്ധ വിൻസെന്റ് ഫെററിന്റെ തിരുനാളൊക്കെ സഭയിൽ ആഘോഷിക്കുന്ന ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങളിൽ. അപ്പോൾ വിശുദ്ധ വിൻസെന്റ് ഫെററിനോടൊക്കെ പ്രത്യേകം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ഒരുപാട് മരിച്ചവരെയൊക്കെ ഉയർപ്പിച്ച വിശുദ്ധനാണ്. സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചൊക്കെ ശുദ്ധീകരണത്തെ അതുപോലെ പ്രസംഗിച്ച വിശുദ്ധനാണ് കേട്ടോ. നല്ല പവർഫുൾ വിശുദ്ധനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞവനും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ്. നമ്മുടെ കോ മിനിസ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കുടുംബാംഗങ്ങളിലെ എന്താ പറയുക, സ്പെഷ്യൽ കുടുംബാംഗങ്ങൾ അങ്ങനെ പറഞ്ഞേക്കാം. അതായത് നിങ്ങളെ നമ്മുടെ ഈ സുവിശേഷ വേല, ഇതൊരു വലിയ സുവിശേഷ വേലയാണല്ലോ. ഞാൻ ഈ ടോക്ക് എടുത്തിരുന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ബ്രദർമാരെ ശുശ്രൂഷ സഹായിക്കുന്നു. പിന്നെ ഇതും കിട്ടുകഴിഞ്ഞാൽ ഇത് പിന്നെ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണല്ലോ. 10,000-ങ്ങളിലേക്ക്, ലക്ഷങ്ങളിലേക്ക്, ഒന്നുമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് നിങ്ങളാണല്ലോ. അപ്പം അങ്ങനെ ഈ വീഡിയോ ഒരാൾക്കെങ്കിലും അയച്ചു കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സ്പെഷ്യൽ കുടുംബാംഗമാണ് കേട്ടോ. അവർ നമ്മുടെ സഹശുശ്രൂഷകരല്ല, ഏകോദര സഹോദര ശുശ്രൂഷകർ. മലയാളം വായിച്ചു പഠിക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ബ്ലെസ് ചെയ്യുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വിശുദ്ധ മാർക്കോസ് 7-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 7:24. തലക്കെട്ട് എങ്ങനെയാണ്? ചില കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുകയില്ല. ഹല്ലേലൂയ. എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ച ഒരു വചനമാണിത്. അതിങ്ങനെയാണ്, ഈശോയെക്കുറിച്ച് പറയാണ്, അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ടയറിലേക്ക് പോയി. അവിടെ അവൻ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും അറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ഒന്ന് സ്വസ്ഥമായിരിക്കുക എന്നുള്ളൊരു ഇത് അവൾ കൂട്ടിക്കും. പക്ഷേ മറഞ്ഞിരിക്കാൻ അവന് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾക്കാർ ആരും അറിഞ്ഞു കേട്ട് വന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ സംഗതി രോഗശാന്തി ശുശ്രൂഷയായി, വചനപ്രഘോഷമായി, ഒരുപാട് കാര്യങ്ങളായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈശോയുടെ സ്ഥിതി ഇതാണ്. ഈശോയുടെ സ്ഥിതി ഇതാണ്. എഴുന്നേറ്റ് ഈശോ ടയറിലേക്ക് പോകുന്നു, ഒരു വീട്ടിൽ പ്രവേശിച്ചു. എന്നാന്ന് വെച്ചാൽ റെസ്റ്റ് എടുത്തേക്കാം, ഒന്ന് പ്രാർത്ഥിച്ചേക്കാം, അല്ലെങ്കിൽ ശിഷ്യന്മാരെ എന്തെങ്കിലും പഠിക്കും, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അതായത് അവിടെ എഴുതി വെച്ചിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അങ്ങനെ ഈശോ സ്വസ്ഥമായിട്ടൊന്ന് ഒന്ന് 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 വിശ്രമിക്കാന്ന് പറഞ്ഞ് താൻ മറിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിച്ചു. തന്നെ ആരും അറിയാൻ ഇടവരരുതെന്ന് അവൻ ആഗ്രഹിച്ചു. ശോഭന ആഗ്രഹിക്കുക, പക്ഷെ അവൻ മറിഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മുടെ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അതൊന്നും നടക്കില്ല. എനിക്കിത് ഭയങ്കര അനുഭവമാണ്. ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് ഒളിച്ചു പോയിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് കറക്റ്റ് ആരെങ്കിലും അവിടെ വരും. അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര വിഷമമൊക്കെ വരുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ അത് എൻ്റെ കോൺടെക്സ്റ്റ് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ഓരോ കോൺടെക്സ്റ്റ് നോക്കണം. ഒരുപാട് കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ നടക്കുന്നതാണെങ്കിൽ പിന്നെ അത് ജീവിതമല്ല. ആഗ്രഹിക്കാത്തതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതാണ് ജീവിതം. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യങ്ങളാണ്. അപ്പോൾ ഈ വചനമൊക്കെ എന്തിനാ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലൈഫ് സിറ്റുവേഷൻ. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വഴിയും സത്യവും ജീവനുമാവുന്ന വചനം മാത്രം നമ്മൾ അപ്ലൈ ചെയ്താൽ പോരല്ലോ. ഇതെല്ലാം ബൈബിളിലെ ഓരോ വചനവും ഇസ് ആപ്ലിക്കബിൾ. ഓരോ മനുഷ്യന്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ വരുന്ന. അപ്പോൾ കുറച്ച് പേരെങ്കിലും വചനം ടച്ച് ചെയ്യും. അവർക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രശ്നം വരും, നമ്മളെ ആശ്വസിപ്പിക്കാൻ, താങ്ങി നിർത്തും ഒക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഓരോ വചനങ്ങൾ. അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന വചനങ്ങൾ കൂടെ ഈ ശുശ്രൂഷയിൽ കർത്താവ് ശ്രദ്ധിക്കപ്പെടാൻ ഇടവരിക. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഉച്ചത്തിൽ സ്തുതിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മുഴുവൻ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ, വിശുദ്ധ വിൻസെന്റ് ഫെററിന്റെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ യോസേപ്പ് പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥതയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ വചനം അനേകരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ച് അത് ശരീരത്തിന്റെ, മനസ്സിന്റെ, ആത്മാവിന്റെ ഭാഗമായി മാറട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ഓരോ കുടുംബങ്ങളെ ഇപ്പൊ പ്രത്യേകം ആശീർവദിക്കുക. ദുഷ്ടാരൂപികളെ ബന്ധിക്കുന്നു. തിരുരത്വത്തിന്റെ വലിയ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേറെ പിരിഞ്ഞ് ഓരോരുത്തരെയും കർത്താവെ കൂടുതൽ മഹത്വമുള്ളതാക്കി മാറ്റാൻ ഈ പ്രാർത്ഥന സഹായിക്കട്ടെ. കർത്താവ് ദൈവമേ, പ്രത്യേകിച്ച് എൻ്റെ ദൈവമേ, സുവിശേഷ വേലയിൽ
കർത്താവ് അവിടുന്ന് കൂട്ടിച്ചേർത്ത ഈ സഹോദരങ്ങൾ ഓരോരുത്തരെയും ഈ ടോക്ക് കേട്ട് ഷെയർ ചെയ്യുന്നവര്, ഡൗൺലോഡ് ചെയ്തെടുത്ത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നവര്, പല കർത്താവ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അല്ലെങ്കിൽ പല തരത്തിൽ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നവര്, അങ്ങനെ ഓരോ പുതിയ ആൾക്കാർക്ക് കൊടുക്കുന്നവര്, ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ സ്പെഷ്യലായിട്ട് എടുത്ത് അയക്കുന്നവര്, അതിനുവേണ്ടി നോട്ട് ചെയ്ത് അവർ ഓരോരുത്തരും ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുക. കർത്താവായ ദൈവമേ, അത്ഭുതകരമായി ഒരഭിഷേകം കൊണ്ട് അവരെ നിറയട്ടെ. അവരുടെ ചെയ്യുന്ന സുവിശേഷ വേല പോലും രക്ഷ പ്രാപിക്കുന്ന ആത്മാക്കളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ വലിയ സന്തോഷത്തിന് അനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ വാട്സപ്പ് ടോക്കൊക്കെ ആർക്കെങ്കിലും അയച്ചു കൊടുത്ത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും മരിച്ചു പോയവരുണ്ടാവും. അവർക്ക് ഈ പ്രാർത്ഥന ഒരു സ്വീകാര്യമായി തീരട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.